സൂപ്പർ അല്ലേ? ഒരു 8 വർഷത്തിന് ശേഷം കാണുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ കൊള്ളാം ചേട്ടാ வேற லெவலு. தமிழில் நாங்கள் விஜய் ஃபேன்ஸு. ரீரிலீஸு பக்கா கேரளாவில் வேறு லெவல் செலிப்ரேஷன் சேட்டா. எக்ஸ்பெக்ட் பண்ணல. போதும் சேட்டா, ஸ்க்ரீன் ப்ரெசன்ஸ் பாருங்கள், தொண்டெல்லாம் காலி. தளபதி வந்து ஃபோட்டோ போட்டாலே 2 hours பார்ப்பேன். അടിപൊളി. ഫസ്റ്റ് ഷോ കൊണ്ട് അതേ സെയിം വൈബ് ആയിരുന്നു. ആദ്യം കാണാൻ പറ്റിയില്ല, ഇപ്പോൾ അത് മാർക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് വന്നതായതുകൊണ്ട് നന്നായിരുന്നു. വിജയ് ഫാൻ കാണാൻ വേണ്ടി, മെർസിൽ കാണാൻ വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് ആയിരുന്നു. അപ്പോൾ ഒരു 4 വർഷം മുന്നേ വന്നത് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഓറാന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണല്ലോ. അപ്പോൾ അത് അന്ന് അനുഭവിച്ചതിന് 1% പോലും കുറയാതെ ഇന്നും കിട്ടിയെന്നുള്ളതാണ്. പീക്ക് സിനിമ നല്ല എക്സ്പീരിയൻസ് തന്നെ. എപ്പോഴും തലപതി ഉങ്കലിവിനെ വെയിറ്റിംഗ് അല്ലേ, നമ്മൾ വിജയ് ഫാൻസ് അല്ലേ, തൊണ്ട ഒന്നും ഇല്ല ബ്രോ. അവർ വിജയ്ക്ക് കത്തി ഒരു ലെവല് സെറ്റ് തന്നെ എല്ലാം പൊളി ലെവൽ ആയിരുന്നു. നല്ല ഒന്നുകൂടെ റീവാച്ച് ചെയ്തപ്പം കൊള്ളാം. നല്ല കൊള്ളാം. നല്ല എല്ലാം ഭയങ്കര ക്രൗഡ് വരുന്ന എല്ലാം അടിപൊളിയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ബർത്ത്ഡേക്ക് തന്നെ ആ ഒരു ട്രീറ്റ് കിട്ടിയത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അടുത്ത ബർത്ത്ഡേക്ക് വിജയ് കംപ്ലീറ്റ്ലി നിർത്തുവാണ്, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബ്രോ പറയണോ അതൊക്കെ? നമ്മൾ ചെറിയ പ്രായത്തിലാണ് മനസ്സിലിറങ്ങി, അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് തൊണ്ട വയ്യണ്ണ, തൊണ്ട വയ്യ. നിങ്ങൾ ആരെങ്കിലും സ്റ്റാറ്റസ് എടുത്ത് നോക്കി നോക്കണം. ആട്ടവും പാട്ടുമായിട്ട് വൈബിങ്. അപ്പോൾ അത് 2017 ഇറങ്ങിയ പടമൊന്നും ഒരുത്തരും കണ്ടാൽ പറയൂല. ഇപ്പോഴും ആട്ടവും പാട്ടുമായിട്ട് ഫുള്ള് ജോളിയായിട്ടാണ്. അടിപൊളിയായിരുന്നു, പാട്ടെല്ലാം അടിപൊളിയായിരുന്നു. പാസ് ബൂസ്റ്റ് ചെയ്തായിരുന്നു, പാട്ട് ഇഷ്ടപ്പെട്ടു. നീ അടുത്ത ഇതേപോലെ ബിഗ് എന്ന് പറഞ്ഞ സിനിമ തുള്ളി കൂവി ചത്ത് മതി. അടിപൊളി ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. അണ്ണൻ്റെ ബർത്ത്ഡേ ആയിട്ട് മാസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒന്നും പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ഒരു 1.5 പടമായിരുന്നു. വിജയുടെ ഏറ്റവും ബെസ്റ്റ്, കരിയർ ബെസ്റ്റ്. കങ്കുവിൻ്റെ അത്രയില്ല, പക്ഷേ കങ്കുവിടെ അത്രയില്ല ബ്രോ. പൊളി സാധനം അത്ര തന്നെ. എല്ലാവരും ഒന്ന് കാണാൻ പറയും. സൂര്യ തന്നെ ബുക്ക് ചെയ്യും. ഞാൻ സൂര്യ ഫാനാണ്, പക്ഷേ വിജയ് തകർത്താടി കളഞ്ഞു, ഒരു രക്ഷയില്ല. പിന്നെ വേറെ ലെവലല്ലേ അണ്ണൻ, വേറെ ലെവലല്ലേ, എപ്പോഴും വേറെ ലെവലാണ്. ഫസ്റ്റ് ആവേശമൊക്കെ കിടിലുമായിരുന്നു. ഫസ്റ്റ് ഡേ പോയി കണ്ടേണ്. ഇതിപ്പോൾ ഞാൻ TV-യിൽ കണ്ടിട്ടുണ്ട് നിറയെ പ്രാവശ്യം. എന്നിട്ടും ഫസ്റ്റ് ഷോ 20-ാം തീയതി വന്ന് രാവിലെ 8 മണിക്ക് വന്ന് കണ്ട് തകർത്തിട്ട് പോയാണ് തിയേറ്ററിനെ. എന്നിട്ട് ഇപ്പോഴും വന്ന് തകർത്തിട്ടുണ്ട് നമ്മളെ തിയേറ്ററിനെ. വേറെ ലെവലാക്കി വിട്ടേക്കാണ് തിയേറ്ററിനെ. എന്ന് വെച്ചാൽ ടിക്കറ്റ് വരെ കീറി, ബസ്സിൻ്റെ പൈസ വരെ കീറിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ആ ലെവലിൽ നിൽക്കുകയാണ്. സംസാരിക്കാൻ പോലും വയ്യ. ഒരുത്തരം തൊണ്ട അടഞ്ഞ് ചത്ത് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ അണ്ണൻ്റെ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പീക്ക് ലെവലേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ത് ചെയ്താലും. എങ്ങനെ ഇരിക്കുന്നു അതേപോലെ ആയിരുന്നു. 7 വർഷം എന്തോ ആയില്ലേ. പക്ഷേ ഇപ്പം എങ്ങനെ ഇറക്കിയോ അതുപോലെ ഇപ്പം പുതിയതായിട്ട് ഇറക്കിയോ കഴിഞ്ഞു. നല്ലതായിരുന്നു. അന്ന് FDFS കണ്ടതാ കൊച്ചി വെച്ച്. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഏരീസിൽ വന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പ്രോപ്പർ ക്രൗഡും അടിപൊളിയായിരുന്നു. പടം സൂപ്പറായിരുന്നു. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. സൂപ്പർ പടം. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് നല്ല സെറ്റ് സിനിമയായിരുന്നു. കിടിലം, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് സെറ്റ്. തൊണ്ട കീറി തൊണ്ടകളിൽ പോയി കൂടെ ആയിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കിടിലായിരുന്നു. നല്ല സെറ്റ്. നല്ല വേണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കിടില സിനിമ. റീ റിലീസൊക്കെ ആയപ്പം കൊള്ളായിരുന്നു. വിജയുടെ ഡബിൾ റോൾ വിഷയം പടമാണ്. നമ്മൾ പണ്ടേ കണ്ടതാണ്, പക്ഷേ വീണ്ടും ഒരു ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് വൈബി കാണുകയാണ്. മെർസൽ ഫസ്റ്റ് ടൈമാണ് റീ റിലീസ് കാണുന്നത്. അല്ലാതെ വിജയ് സിനിമയൊക്കെ തിയേറ്ററിൽ കാണാറുണ്ട്. അടിപൊളിയായിരുന്നു. ഞാൻ വിജയ് ഫാനാണ്, ചെറുപ്പം തൊട്ട് വിജയ് ഫാനാണ്. ഇവർ കൊണ്ട് കാണിക്കും. പിന്നെ ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ട് സുരഭി കാരണമാണ്. പിന്നെ സുകന്യ, സുകുമാരൻ, സുചിത്ര, ദീപ്തി, ഇവൻ്റെ പേര് സോനു എന്നാണേ. എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വിജയിലെ അതിൽ വെട്രിമാരെ മരിക്കുന്ന സീനാണിപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
ഇവരും ഭയങ്കര കരച്ചില്ല, ഇവർക്ക് ഞാനാണ് കരച്ചീഫ് കൊടുത്തത്. ഇത് കാർത്തിക. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ടൈം വന്നത് കാണാൻ കൊള്ളായിരുന്നു. പൊളി മൂവിയായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, സെറ്റ് വൈബ്. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണെന്ന് തോന്നി ടി വിയിൽ വന്നപ്പോഴേക്കും. പിന്നെ ഭയങ്കര ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ വിജയ് ഈ മെർസൽ പോലുള്ള സിനിമയൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. പിന്നെ സച്ചിൻ ഈയിടയ്ക്ക് ഇറങ്ങിയപ്പോഴും വന്നായിരുന്നു.